രാവിലെ എഴുന്നേറ്റാൽ ആദ്യം പോയി മദ്യക്കുപ്പി തുറക്കുന്ന മലയാളി സ്ത്രീകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭർത്താവ് ഒരു രസത്തിന് ഒഴിച്ചു നൽകിയ ഒരു ഗ്ലാസ് ബിയറിൽ നിന്നും ലഹരിയുടെ നിലയില്ലാ കയത്തിലേക്ക് പോയ പെണ്ണുങ്ങളെ അറിയാമോ? ഭാര്യയുടെ മദ്യപാനം മൂലം തകർന്നടിയുന്ന കുടുംബങ്ങളെക്കുറിച്ച്. തമാശയ്ക്ക് മാത്രം പെണ്ണുങ്ങൾ തുടങ്ങിയ മദ്യപാനശീലം വിവാഹമോചനത്തിലേക്ക് നയിക്കുന്ന പുതിയ കേരളത്തെക്കുറിച്ച്. അങ്ങനെയും കൂടി ഒന്നും നടക്കുന്നുണ്ട് കൊച്ചു കേരളത്തിൽ. നിശബ്ദമായിട്ടല്ല, വളരെ വിസിബിളായിട്ട്. കേരളത്തിൽ പ്രായപൂർത്തി വോട്ടവകാശമുള്ള 1,35,00,000 സ്ത്രീകളുണ്ട്. അവരിൽ 5% പേർ, അതായത് 6,70,75,000 സ്ത്രീകൾ ഏതെങ്കിലും തരത്തിലുള്ള മദ്യത്തിൻ്റെ രുചി ഒരിക്കലെങ്കിലും അറിഞ്ഞിട്ടുള്ളവരാണ്. ഇവരിൽ നിങ്ങളോ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് കൂടി കേൾക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഡാറ്റയാണ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച മദ്യത്തിൻ്റെ രുചി ഒരിക്കലെങ്കിലും അറിഞ്ഞിട്ടുള്ള 6.25 ലക്ഷം സ്ത്രീകളിൽ 2,30,000 മലയാളി പെണ്ണുങ്ങൾ സോഷ്യൽ ഡ്രിങ്കേഴ്സാണ്. കൂട്ടായ്മകളിൽ ഒത്തുവന്നാൽ 2 എണ്ണം അടിച്ച് പുല്ലുപോലെ നടക്കുന്നവർ. ഇനി അവരിൽ തന്നെ 67,500 സ്ത്രീകൾ മദ്യപാനത്തിന് അടിമകളാണ്. അവരിൽ പകുതിയിലേറെ പേർ മദ്യപാനവുമായി ബന്ധപ്പെട്ട വിവിധ രോഗങ്ങൾക്ക് കേരളത്തിലെ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു സെനാരിയോ പറയാം. ഒരു ഞായറാഴ്ച ദിവസം എറണാകുളം നഗരം. സമയം രാവിലെ ഒരു 11 മണിയോടടുക്കുന്നു. സ്ത്രീകളുടെ ലേഡീസ് ഹോസ്റ്റലുകളും പേയിങ് ഗസ്റ്റ് ഫെസിലിറ്റികളും ധാരാളമുള്ള കലൂരിലെ ഒരു ജംഗ്ഷനിലെ കടയിൽ കുറച്ച് ആൺകുട്ടികൾ വന്ന് എരിവുള്ള സ്നാക്സും വെള്ളവും സോഡയും എല്ലാം വാങ്ങിപ്പോകുന്നു. ഞായറാഴ്ചയാണ്, കാര്യം വ്യക്തമാണ്. അല്പം കഴിഞ്ഞ് പെൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പ് വരുന്നു. അവരും അല്പം എരിവുള്ള കേരള മിക്സ്ചറും ചക്ക വറുത്തതും 2 കുപ്പി തണുത്ത വെള്ളവും എല്ലാം വാങ്ങിയാണ് മടങ്ങുന്നത്. ഈ 2 സാഹചര്യങ്ങളിലും കടയിലുള്ളവരുടെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. കുറച്ചു കാലം മുമ്പ് വരെ. 10 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ കടയിലുള്ള ആണിൻ്റെ ഉഷ്ണസഞ്ചാരം കൂടുമായിരുന്നു. ഇതിവളുമാർ എന്ത് ഭാവിച്ചാണെന്ന ഉത്കണ്ഠ കൊണ്ട് അവർ നീറിപ്പുകഞ്ഞിരുന്നു. കാലം മാറി. ഇന്നത് ഗൗനിക്കാവുന്നൊരു വിഷയമേ അല്ലാതായി. കടക്കാരൻ വേണമെങ്കിൽ സ്നാക്സും വെള്ളവും ഹോസ്റ്റലിലേക്കോ പേയിങ് ഗസ്റ്റ് ഫെസിലിറ്റിയിലേക്കോ ഡോർ സ്റ്റെപ്പ് ഡെലിവറി ചെയ്യും. ഞായറാഴ്ച രാവിലെ 11-ന് എരിവുള്ള വറവ് പലഹാരം വാങ്ങുന്ന ആൺ ഗ്രൂപ്പും പെൺ ഗ്രൂപ്പും വെറും സ്നാക്സ് അല്ല, ടച്ചിങ്സ് ആണ് അന്വേഷിക്കുന്നതെന്ന് അവർക്കറിയാം. ആണിനൊപ്പം കുടിക്കാൻ പെണ്ണും മത്സരിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. ഒന്ന് ചില്ലാകാനിരിക്കുന്ന പെൺഗ്രൂപ്പുകൾക്ക് ആരെങ്കിലുമൊക്കെ സംഭവം വാങ്ങി നൽകുന്നുണ്ട്. ഒന്നുകിൽ പരിചയത്തിലുള്ള ആൺസുഹൃത്ത്, അല്ലെങ്കിൽ ഭർത്താവ്. എന്നാലും കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ മദ്യപാനം നിലവിട്ട് കൂടുന്നുവെന്ന് കാടടച്ച് വെടിവെക്കുമ്പോൾ 3 കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. 1. പെൺമദ്യപാനത്തിൽ ആബ്സല്യൂട്ട് ഇൻക്രീസ് ഉണ്ടോ എന്ന് നോക്കണം. അതായത് മദ്യപിക്കുന്ന മലയാളി സ്ത്രീകളുടെ എണ്ണം യഥാർത്ഥത്തിൽ കൂടുന്നുണ്ടോ. 2. വിസിബിലിറ്റി ഇൻക്രീസ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. മുമ്പ് മറച്ചു വെച്ചിരുന്നതാണ്, അതിപ്പോൾ കുറച്ചുകൂടി വിസിബിളായതാണോ എന്ന്. 3. സോഷ്യൽ ആക്സെപ്റ്റൻസ് കൂടിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കണം. അവരും 2 എണ്ണം അടിച്ചോട്ടെ എന്ന തരത്തിൽ സമൂഹം ഇതിനെ കൂടുതൽ സഹിഷ്ണുതയോടെ കാണുന്നുണ്ടോ എന്നാണ് ഇവിടെ നോക്കുന്നത്. കുടിക്കണമെങ്കിൽ ആദ്യം അത് കിട്ടണം. പെണ്ണുങ്ങൾക്ക് ഇതെവിടെ നിന്ന് കിട്ടും? ജീവിതത്തിൽ ആദ്യമായി അവരൊരു ഗ്ലാസ് ബിയർ വാങ്ങി മുത്തിയത് ആരിൽ നിന്നാവും? ഇത്തിരി പിന്നോട്ട് പോകാം. കേരളത്തിൽ മദ്യത്തിൻ്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് പെൺകുടിക്ക്. സംഘകാല തമിഴ് കൃതികളിൽ കേരളം ഉൾപ്പെടുന്ന തമിഴകത്ത് ആണും പെണ്ണും കുടിച്ചിരുന്നു, അല്ലെങ്കിൽ ആണിനേക്കാൾ കൂടുതൽ പെണ്ണ് കുടിച്ചിരുന്നു. തേനും പനഞ്ചക്കരയും പുളിപ്പിച്ച മദ്യം വീട്ടിലുണ്ടാക്കിയിരുന്ന കാലത്ത് പെണ്ണാണ് അതിൻ്റെ ആദ്യത്തെ ടേസ്റ്റിംഗ് എക്സ്പേർട്ട്. പുറനാനൂറ് അകനാനൂറ് തുടങ്ങിയ സംഘകാല സാഹിത്യങ്ങളിൽ ഇത് കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. പിന്നെ കച്ചവടത്തിനായി വെനീഷ്യന്മാരുടെ വരവോടെ യവനമദ്യം എന്ന റോമൻ വീഞ്ഞ് രാജസദസ്സുകളിലെത്തി. കൊട്ടാരത്തിലെ അന്തേവാസികളായ സ്ത്രീകൾ അക്കാലത്ത് ആരോഗ്യരക്ഷയ്ക്ക് ഈ ദ്രാക്ഷാരസം മോന്തിയിരുന്നു. മധ്യകാലഘട്ടത്തിൽ കള്ള് ഒരു ആഹാര പദാർത്ഥം പോലെ കർഷക തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായി. തേങ്ങ ജന്മിക്കും കള്ള് കുടിയാനുമായിരുന്നു. ഒരു കുമ്പിൾ ചോറിന് 1 തുടം കള്ളാണ് അന്ന് അടിയാളത്തിയായ പെണ്ണിൻ്റെ കണക്ക്. അതിൻ്റെ ഉശിരും അവൾക്കുണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് കള്ള് പെണ്ണിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആ പണി ചെയ്തത്. മദ്യപാനം വലിയ വരുമാന സ്രോതസ്സായി കണ്ട ബ്രിട്ടീഷുകാർ 18-ാം നൂറ്റാണ്ടിൽ അബ്കാരി നിയമങ്ങൾ കൊണ്ടുവന്നു. മദ്യം വാറ്റുന്നതിനും വിൽക്കുന്നതിനും ലൈസൻസ് ഏർപ്പെടുത്തി. പിന്നെ അവരിവിടെ അവരുടെ മദ്യമൊഴുക്കി. വിസ്കി, ബ്രാൻഡി, റം എന്നിവ. ഇത് ആഢ്യത്വ വിഭാഗങ്ങൾക്ക് മാത്രം ലഭ്യമായിരുന്നു. നമ്മുടെ വയലുകളിൽ നിന്ന് പനഞ്ചക്കരയിട്ട് പുളിപ്പിച്ച നാടൻ കള്ളിൻ്റെയും തേനിൻ്റെയും ഗന്ധം ഒഴിഞ്ഞു. ചെത്തുന്നവരെയും വാറ്റുന്നവരെയും പുളിപ്പിക്കുന്നവരെയും പിടിച്ച് ജയിലിലിട്ടു. അധികം വൈകാതെ സ്വാതന്ത്ര്യം കിട്ടി. പുതിയ മദ്യനയങ്ങളും നിയമങ്ങളും വന്നു. അവിടെയൊന്നും പെണ്ണിനെ ആരും പരിഗണിച്ചില്ല. വുമൺസ് ഓൺലി ചാരായ ഷാപ്പുകൾ ഉണ്ടായില്ല. വുമൺ ഫ്രണ്ട്ലി ബാറുകൾ അനുവദിക്കപ്പെട്ടില്ല. മദ്യം വിൽക്കുന്നിടങ്ങൾ സ്ത്രീ സൗഹൃദമല്ലാതായി. അവിടെ ആൺതെറികൾ കിടന്ന് പൊളിച്ചു. 25 വർഷം മുമ്പ് 1996 ഏപ്രിൽ 1-ന് AK ആൻ്റണി സർക്കാർ ചാരായം നിരോധിച്ചു. പിന്നെ കുടികാരന്മാർക്ക് ആകെയുള്ള ഓപ്ഷൻ കള്ളും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും മാത്രമായി.
പക്ഷേ ഫെമിനിസ്റ്റുകളൊന്നും അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക കൗണ്ടറും സൗകര്യങ്ങളും വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്തില്ല. ആണിൻ്റെ ക്യൂ ബെവ്കോ ഔട്ട്ലെറ്റുകളുടെ കോമ്പൗണ്ടിന് പുറത്തേക്ക് നീണ്ടപ്പോഴും പെണ്ണ് അവിടെ നിന്ന് 200 മീറ്റർ മാറി നടന്നു. ഇല്ലെന്ന് പറഞ്ഞുകൂടാ കേട്ടോ. മദ്യശാലകൾ സ്ത്രീ സൗഹൃദമാക്കിയാലോ എന്ന തരത്തിൽ വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചില ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. സ്ത്രീ സൗഹൃദ ബിയർ പാർലറുകൾ, ലേഡീസ് നൈറ്റ് ഔട്ടുകൾ എന്നിവ കൊണ്ടുവരാനുള്ള ചില സ്വകാര്യ ബില്ലുകളൊക്കെ വന്നു. ആരും അതിനത്ര താല്പര്യം കാണിച്ചില്ല. അതിനിടെ കോടതി ഇടപെട്ടു. കേരള അബ്കാരി ഷോപ്പ് ഫിറ്റിംഗ് റൂൾസ് അനുസരിച്ച് ബാറുകളിലും മദ്യശാലകളിലും സ്ത്രീകളെ ജോലിക്ക് നിർത്തുന്നത് നിയമപരമായി തടഞ്ഞിരുന്നു. എന്നാൽ 2014 കേരള ഹൈക്കോടതി ഈ വിവേചനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധി പറഞ്ഞു. അങ്ങനെ എക്സൈസ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയപ്പോൾ ബാറുകളിലും ഹോട്ടലുകളിലും നിശ്ചിത സമയപരിധിക്കുള്ളിൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള അനുമതി ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ടായില്ലല്ലോ, കണ്ണും വെട്ടേ ഒരു ബിയർ കുടിക്കാനുള്ള സാമൂഹ്യ സാഹചര്യം അപ്പോഴും പെണ്ണിന് അന്യമല്ലേ. അങ്ങനെയാണ് ബെവ്കോ പ്രീമിയം ഔട്ട്ലെറ്റുകൾ കൊണ്ടുവരുന്നത്. മദ്യപാനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന വലിയ ഫീമെയിൽ ഡെമോഗ്രാഫിക്സിനെ കൂടി ആകർഷിക്കുക എന്ന ലളിതമായ ബിസിനസ് തന്ത്രം ഇക്കാര്യത്തിലുണ്ടായിരുന്നു. എയർ കണ്ടീഷൻ ചെയ്ത നല്ല ലുലു മാൾ പോലിരിക്കുന്ന ഈ കൗണ്ടറുകളിൽ ഇപ്പോൾ സ്ത്രീകൾ വരുന്നുണ്ട്. ആവശ്യത്തിന് സാധനം വാങ്ങി പോകുന്നുണ്ട്. അതിനിടെ നമ്മുടെ സിനിമകൾ ആദ്യകാലത്ത് പെണ്ണിൻ്റെ കൂടി ചിത്രീകരിച്ചത് ഇത്തിരി പിന്തിരിപ്പനായിട്ടായിരുന്നു. കൊള്ളസംഘത്തിൽ നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, അല്ലെങ്കിൽ അഴിഞ്ഞാട്ടക്കാരിയായ ഫീമെയിൽ വില്ലൻ, ഇവരൊക്കെയാണ് നമ്മുടെ ഈസ്റ്റ്മാൻ കളർ സിനിമകളിൽ ഒരു മദ്യ ഗ്ലാസ് പിടിച്ച് പ്രത്യക്ഷപ്പെട്ടത്. കാലം പോകെ ശാലീനവതികളായ നായികമാരുടെ കാലം വന്നു. കവിയൂർ പൊന്നമ്മ വളർത്തിയ പെൺമക്കളായി സിനിമയിലെ പെണ്ണ് മാറി. പിന്നെ സിനിമയിലെ നവതരംഗം വന്നു. ന്യൂ ജനറേഷൻ സിനിമകളിൽ ബിയറും നോക്കൗട്ട് പാർട്ടികളും നിറഞ്ഞു. ആ സോഷ്യൽ ആക്സെപ്റ്റൻസിലേക്ക് നമുക്ക് പിന്നാലെ പോകാം. അപ്പോൾ പറഞ്ഞു വന്നത് അവൈലബിലിറ്റിയെക്കുറിച്ചാണ്. സാധനം സുലഭമായപ്പോൾ അതിലേക്കുള്ള റീച്ചാണ് കേരളത്തിലെ സ്ത്രീകൾ നേരിട്ട പ്രധാന പ്രശ്നം. അവിടെയാണ് കാരുണ്യവാന്മാരായ പുരുഷന്മാരുടെ രംഗപ്രവേശം. നേരത്തെ ചോദിച്ചില്ലേ, കുടിക്കുന്ന പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ ഈ ദ്രാവകത്തിൻ്റെ രുചി അറിഞ്ഞ പെണ്ണുങ്ങൾ അവരുടെ ആദ്യ ഗ്ലാസ് വാങ്ങിയത് ആരിൽ നിന്നാകുമെന്ന് അത് പറയാം. കുടിച്ചു നോക്കിയ 100 സ്ത്രീകളിൽ 45 പേരും ദക്ഷിണ കൊടുത്തു തുടങ്ങിയത് തങ്ങളുടെ ഏറ്റവും അടുത്ത പെൺസുഹൃത്തിൽ നിന്നാണെന്ന് മദ്യത്തിൻ്റെ വിപത്തുകളെക്കുറിച്ച് പഠിച്ച കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഡാറ്റ പറയുന്നു. മിക്കപ്പോഴും പഠനകാലത്താണ് അത് സംഭവിക്കുക. വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിലോ പേയിങ് ഗസ്റ്റായോ ഗ്രൂപ്പായോ താമസിക്കുന്ന പെൺകുട്ടികൾ അഡ്വഞ്ചറിന് മുതിരും. അവർക്കത് വാങ്ങി നൽകാൻ വിശ്വസ്തനായ, കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ആൺ സുഹൃത്തുണ്ടാവുകയും ചെയ്യും. 95% പേരും ബിയറിലാണ് ഹരിശ്രീ കുറിക്കുക. ഹാർഡ് ലിക്കർ അവർ ദൂരെ നിർത്തും. ഇനി കുടികാരികളായ 100ൽ 22 സ്ത്രീകൾ ആദ്യത്തെ ഗ്ലാസ് വാങ്ങുക സ്വന്തം കാമുകനിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ആയിരിക്കും. മിക്കപ്പോഴും ഭർത്താവ്. കാമുകൻ ഇക്കാര്യത്തിൽ പെണ്ണുങ്ങൾ കണ്ണടച്ചങ്ങ് വിശ്വസിക്കില്ല. വീട്ടിലെ കൂട്ടായ്മകളിലോ കിടപ്പറയുടെ നനുത്ത ഇരുട്ടിലോ ആണ് ഗ്ലാസിൻ്റെ കൈമാറ്റം നടക്കുക. എപ്പോഴും കേട്ടിട്ടുണ്ട് മധ്യ കേരളത്തിൽ, അതായത് കോട്ടയം, പത്തനംതിട്ട, അങ്ങേയറ്റം എറണാകുളം ജില്ലയുടെ തെക്കേ അതിര് എന്നിവിടങ്ങളിൽ കെട്ടിയോനോടൊപ്പം ഒതുക്കത്തിൽ 2 എണ്ണം അടിക്കുന്ന അച്ചായത്തികളെക്കുറിച്ചുള്ള അതിശയ വർണ്ണന. അവിടെ സ്ത്രീകളുടെ പ്രസവരക്ഷയുടെ ഭാഗമായി മദ്യം നൽകാറുണ്ട്. എല്ലാവരും അല്ല. രതിയുടെ വന്യതയ്ക്ക് വേണ്ടി കെട്ടിയോൾക്ക് 2 എണ്ണം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ വളയിട്ട കൈകളിലെ ഹാർഡ് ലിക്കർ ചിത്രത്തിലേക്ക് വരുന്നു. അത് യൂറോപ്യൻ അമേരിക്കൻ സ്വാധീനമാണെന്ന് പറയാം. കുടിയേറ്റക്കാർ കൊണ്ടുവന്ന് നാട്ടിൽ പകർത്തിയ കാഷ്വൽ ഡ്രിങ്കിങ് കൾച്ചർ പതിയെ അത് കേരളത്തിലേക്ക് മുഴുവൻ വ്യാപിക്കുന്നതാണ് പിന്നീട് കണ്ടത്. അപ്പോൾ 100ൽ 45 പേർ കൂട്ടുകാരികളിൽ നിന്നും 22 പേർ ഭർത്താവിൽ നിന്നും തുടങ്ങുമ്പോൾ ബാക്കിയോ 100ൽ 13 പേർ സോഷ്യൽ ഡ്രിങ്കിങ്ങിലാണ് തുടക്കമിടുക. അതായത് പെൺകുട്ടി അവളുടെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ കല്യാണത്തിന് പോകുന്നു. അവിടെ അവളുടെ ചങ്കുകൾ സാധനം കരുതിയിട്ടുണ്ടെങ്കിൽ അവളും ഒരു ഗ്ലാസ് ബിയർ കഴിക്കാനുള്ള സാധ്യത 100ൽ 80 കുടിക്കുന്ന 100 മലയാളി സ്ത്രീകളിൽ 10 പേർ ഒരവസരം കാത്തിരിക്കുന്നവരാണ്. കട്ടുകുടിക്കുന്നവർ, അതായത് അച്ഛനോ ഭർത്താവോ ആങ്ങളെയോ വീട്ടിൽ കൊണ്ടുവച്ച കുപ്പിയിൽ നിന്ന് ആരും അറിയാതെ രുചി നോക്കാൻ അല്പമെടുത്ത് മൂത്തുന്നവർ. ബിയർ പൊട്ടിച്ചാൽ പൊല്ലാപ്പാകും എന്നതിനാൽ ഈ നിർഭാഗ്യവതികൾ മിക്കപ്പോഴും ആരംഭിക്കുക ഹാർഡ് ലിക്കറിലാവും. ഒട്ടുമിക്കവരും ആദ്യ ശ്രമത്തിൽ തന്നെ അത് ഉപേക്ഷിക്കുകയും ചെയ്യും. ബാക്കിയുള്ള 10% തുടങ്ങാൻ പല കാരണങ്ങളാണ്. ചിലപ്പോൾ വീട്ടിൽ കള്ള് ചെത്തുന്ന തെങ്ങുണ്ടാകും, അങ്ങനെ രുചി നോക്കും. ചിലർ കറി കഴിക്കാൻ ഷാപ്പിൽ പോകുമ്പോൾ ഒരു ഗ്ലാസ് അന്തി മോന്തും. ചിലർ ഭർത്താവിനോടോ കുടുംബത്തോടോ ഉള്ള റിവഞ്ചായി സംഭവം സംഘടിപ്പിച്ച് കഴിക്കും. ചിലർ കബളിപ്പിക്കപ്പെടും, അതായത് മദ്യമാണെന്നറിയാതെ കഴിക്കും. അങ്ങനെ പല കാരണങ്ങൾ. സ്വയംഭോഗം ചെയ്യുമ്പോൾ വീര്യം കൂടാൻ അല്പം അടിച്ചിരുന്ന പെൺകുട്ടിയെയും എനിക്കറിയാം. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ ഡോളി. അപ്പോൾ തുടങ്ങുന്നവരെക്കുറിച്ച് പറഞ്ഞു, ഇനി തുടരുന്നവരെക്കുറിച്ച് കേൾക്കണ്ടേ? ഒരിക്കൽ തുടങ്ങിപ്പോയതുകൊണ്ട് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമായി അതിൽ മുങ്ങി മരിക്കുന്ന പെണ്ണുങ്ങളെക്കുറിച്ച്. അതാണ് ഇനി വരുന്ന സെഷൻ. ഭർത്താവ് കള്ളൊഴിച്ചു കൊടുക്കുന്ന സ്ത്രീകൾ തുടരുമോ? അവർക്ക് അഡിക്ഷൻ ഉണ്ടാകുമോ? ഇല്ല. അവരിൽ 80% സ്ത്രീകൾക്കും മദ്യപാനത്തോട് അഡിക്ഷൻ ഉണ്ടാകുന്നില്ല എന്നാണ് മദ്യവും സമൂഹവും എന്ന വിഷയത്തിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ പറയുന്നത്.
ഒന്നുകിൽ ക്രിസ്മസിന്, അല്ലെങ്കിൽ ഉയർപ്പ് പെരുന്നാളിന്, നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിന്, പെരുന്നാളിന്, വീട്ടിലെ ആണ്ടറിജികൾക്ക്, മിക്കപ്പോഴും കിടപ്പറയിലെ മൂടിന് ഒക്കെയാണ് ഈ സ്ത്രീകൾ അല്പം മദ്യം കഴിക്കുക. അവരുടെ വാർഷിക ഉപഭോഗം 500 മില്ലി ലിറ്റർ ഹാർഡ് ലിക്കറിൽ താഴെ മാത്രമാണ്. ഇത് അപകടകരമാകുന്നില്ല. എന്നാൽ 20% സ്ത്രീകൾ ഈ ശീലം ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നുണ്ട്. ഭർത്താവിൻ്റെ മരണശേഷമോ ദാമ്പത്യത്തിൽ സംഭവിക്കുന്ന അനോമലികളോ ആണ് അതിന് അവരെ പ്രേരിപ്പിക്കുന്നത്. സാമ്പത്തികമായി മികച്ച നിലയിലുള്ളവർക്ക് അവൈലബിലിറ്റി തടസ്സമാകുന്നില്ല. പതിയെ മദ്യത്തിൻ്റെ അളവ് കൂട്ടുന്ന അവർ അത് ഉപയോഗിക്കുന്ന ഇടവേളകൾ കുറച്ചു കൊണ്ടുവരും. മിക്കപ്പോഴും അണ്ടർ റിപ്പോർട്ടഡ് ആയിരിക്കും അവരുടെ ഈ ശീലം. പുറമേക്ക് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ രഹസ്യം. പിന്തിരിപ്പിക്കാൻ ആളില്ലാതാകുമ്പോൾ മദ്യം അവരെ ജീവിതത്തിൻ്റെ ശവതാളങ്ങളിലേക്കാണ് നയിക്കുക. അതാണ് സ്ത്രീകളുടെ മദ്യപാനത്തിലെ അപകടം. അതിൻ്റെ വിസിബിലിറ്റി കുറവാണ്. ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ആരൊക്കെ അഡിക്റ്റഡ് ആണ് എന്നൊരു കണക്കെടുപ്പ് സാധ്യമാകുന്നില്ല. ഇനി കൂട്ടുകാർക്കൊപ്പം കുടിച്ചു തുടങ്ങിയ പെൺകുട്ടികൾ, അവരും ഈ ശീലങ്ങളിൽ തുടരില്ല. മെൻ്റൽ ഹെൽത്ത് മിഷൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ 87% പെൺകുട്ടികളും ജീവിതത്തിൽ രണ്ടാമതൊരിക്കൽ മദ്യം കഴിക്കില്ല. 10% പേർ ഒക്കേഷണൽ ഡ്രിങ്കിങ്ങിൽ ഒതുങ്ങും. 3% മാത്രമാണ് ജീവിതം മദ്യത്തിൽ മുക്കുന്നത്. ഇനി സോഷ്യൽ ഡ്രിങ്കിങ് ഹാബിറ്റ് ഉള്ളവർ, അവരുടെ പ്രൊഫൈൽ എക്സ്ക്ലൂസീവ് ആയിരിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ഉള്ള പാർട്ടികളിൽ പങ്കെടുക്കുകയും ബ്രീസറുകളോ വൈനുകളോ നുകരുകയും ചെയ്യും. അവരുടേത് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ആയിരിക്കും, ജീവിതകാലം മുഴുവൻ നീളുമെങ്കിലും. കട്ടുകുടിക്കുന്നവരും ഷാപ്പിലെ കറിക്കൊപ്പം ഒരു ഗ്ലാസ് കള്ളു കുടിച്ചവരൊന്നും ഈ കണക്കെടുപ്പുകളിലേ വരുന്നില്ല. ഇനി മൊത്തത്തിലുള്ള കണക്ക് നോക്കാം. കേരളത്തിൽ എത്ര സ്ത്രീകൾ മദ്യപാനത്തിന് അടിമകളാണ്? ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് ഇൻഫർമേഷൻ സെൻറ്റർ ജെൻഡർ സർവേ നടത്തിയിട്ടില്ലെങ്കിലും അവരുടെ കണക്കുകളും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ ഡാറ്റയും ചേർത്ത് വെച്ച് നോക്കിയാൽ കേരളത്തിൽ 1.5 ലക്ഷം മുതൽ 2.25 ലക്ഷം വരെ സ്ത്രീകൾ മദ്യത്തിന് അടിമകളാണ്. ഈ സ്ത്രീകളിൽ 1 ലക്ഷം പേർ വരെ സമൂഹത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെടുന്ന തൊഴിലാളി സ്ത്രീകളാണ്. അവർ ദിവസവും തങ്ങളുടെ ജോലി കഴിഞ്ഞ് മദ്യപിക്കുന്നുണ്ട്. പ്രതിദിന കൂലിയുടെ 30 മുതൽ 55% വരെ മദ്യത്തിനായി ഈ സ്ത്രീകൾ ചെലവഴിക്കുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ സ്ത്രീകളാണ് ഇവരിൽ കൂടുതലും. മദ്യപാനത്തിന് അടിമകളായ 50,000 മുതൽ 1 ലക്ഷം വരെ സ്ത്രീകൾ സമൂഹത്തിലെ ഇടത്തട്ടുകാരും സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളിൽ മികച്ച പൊസിഷനിലുള്ളവരുമാണ്. ഇവരുടെ പ്രായം കണക്കാക്കിയാൽ 20 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമായ പെൺകുട്ടികളിൽ ദിവസവും മദ്യപിക്കുന്ന വളരെ കുറച്ച് പെൺകുട്ടികളെ കേരളത്തിലുള്ളൂ. അതിനേക്കാൾ വലിയ വിപത്തായ മാരക മയക്കുമരുന്നുകൾക്ക് അടിമകളായ സ്ത്രീകളാണ് എണ്ണത്തിൽ കൂടുതൽ എന്ന ഭയാനക യാഥാർത്ഥ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. സോഷ്യൽ ഡ്രിങ്കിങ്ങിലോ ഭർത്താവിൻ്റെ നിർബന്ധത്തിലോ തുടങ്ങി അവസാനം ലഹരിയുടെ നിലയില്ലാ കയത്തിലേക്ക് പോയ സ്ത്രീകളുടെ പ്രായം 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ്. അവരെക്കുറിച്ച് ഇതിൽ കൂടുതലൊന്നും എനിക്കും അറിയില്ല. അവർ നമുക്കിടയിൽ എവിടെയൊക്കെ ഉണ്ടെന്നറിയാം. ഇനി എന്തുകൊണ്ടാണ് സ്ത്രീകളിലെ വല്ലപ്പോഴുമെങ്കിലുമുള്ള മദ്യപാനം മാരകമാകുന്നത്? സ്ത്രീകൾ പുരുഷന്മാരെ പോലെയല്ല. അവരുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ശരീരഭാരത്തിൻ്റെ 55% വരെ മാത്രം. പുരുഷന്മാരിൽ ഇത് 65% വരെയുണ്ട്. സ്ത്രീകളിൽ ഫാറ്റും കൂടുതലാണ്. പുരുഷന്മാരിൽ 3% മാത്രമുള്ള എസൻഷ്യൽ ഫാറ്റ് സ്ത്രീകളിൽ 13% വരെയാണ്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ആൽക്കഹോൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത് കൊണ്ട് സ്ത്രീയും പുരുഷനും ഒരേ അളവിൽ കുടിച്ചാലും സ്ത്രീകളുടെ ബ്ലഡ് ആൽക്കഹോൾ ലെവൽ കൂടുതലാകും. ലിവർ എൻസൈം സ്ത്രീകളിൽ കുറവായിരിക്കും. അതിനാൽ ആൽക്കഹോൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് വളരെ പതുക്കെയാകും. പൂസായ അവസ്ഥ കുറേ നേരം നിൽക്കും. ഇത് ടെലിസ്കോപ്പിംഗ് എഫക്റ്റ് എന്ന പ്രതിഭാസത്തിനും കാരണമാകും. അതായത് സ്ത്രീകൾ ലേറ്റായി തുടങ്ങും, പക്ഷേ അഡിക്ഷൻ വേഗത്തിൽ ഡെവലപ്പ് ചെയ്യും. ഉദാഹരണത്തിന്, ഒരു പുരുഷൻ തുടർച്ചയായി 10 വർഷം ആൽക്കഹോൾ ഉപയോഗിച്ചാലേ അഡിക്ഷൻ ഡിപ്പെൻഡൻസ് ഉണ്ടാകൂ. സ്ത്രീ വെറും 4 വർഷം കൊണ്ട് സമ്പൂർണ്ണയായും മദ്യത്തിന് അടിമയായി പോകും. മാത്രമല്ല, പുരുഷന്മാർ പകലുള്ള നേരം ചിലപ്പോൾ അടങ്ങിയിരുന്നേക്കാം. സ്ത്രീകൾക്ക് അപ്പോഴും ആൽക്കഹോൾ വേണം. സ്ത്രീകളുടെ ബ്രെയിൻ കെമിസ്ട്രി വ്യത്യസ്തമാണ്. അവരുടെ ഇമോഷണൽ പ്രോസസ്സിംഗ് കൂടുതൽ ശക്തമാണ്. സ്ട്രെസ് റെസ്പോൺസ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് സ്ട്രെസ് റിലീഫായി ആൽക്കഹോളിനെ അവർ കൂടുതലായി ആശ്രയിക്കും. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ആദ്യം പോയി തുറക്കുന്നത് മദ്യക്കുപ്പിയായിരിക്കും എന്നർത്ഥം. സ്ത്രീകളിലെ ഓവുലേഷൻ ഫേസിൽ സെൻസിറ്റിവിറ്റി കൂടുതലാകും. മൂഡ് സ്വിംഗ് ഉള്ള സമയങ്ങളിൽ ക്രേവിംഗ് കൂടും. അപ്പോഴവർ മട കുടിക്കുമെന്നാണ് ഇത് കണ്ടു നിന്നിട്ടുള്ളവർ പറയുന്നത്. ഇനി പെൺകുടിക്കാലത്തിൻ്റെ സോഷ്യൽ ആക്സെപ്റ്റൻസ് എന്നൊരു ചെറിയ കാര്യം കൂടി പരാമർശിച്ച് ഞാൻ നിർത്തിക്കോളാം. അതെന്താ, അവർക്കൊന്ന് ചില്ലാകാൻ 2 അടിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ പുരോഗമിച്ചിട്ടുണ്ടോ നമ്മുടെ ചുറ്റുപാടുകൾ? 3 രംഗങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. ആദ്യത്തേതിൽ ഏതാനും ആൺകുട്ടികൾക്കൊപ്പം കുറച്ച് പെൺകുട്ടികൾ ഒരു കള്ള് ഷാപ്പിലേക്ക് നട്ടുച്ച സമയത്ത് കയറി വരുന്നു. ഒരു ഗ്ലാസ് കള്ളും കുടിച്ച് കറി കഴിക്കുകയാണ് ലക്ഷ്യം. രണ്ടാമത്തേതിൽ കേരളത്തിലെ ഒരു ചെറിയ പട്ടണത്തിലെ ബാറിലെ AC റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കയറി ചെല്ലുന്നു. അവിടെ ഒരു ബിയർ കഴിച്ചിരുന്ന് ഏറെ നേരം സംസാരിക്കുകയാണ് ലക്ഷ്യം. മൂന്നാമത്തേത് കൊച്ചിയിലെ ഒരു 5 നക്ഷത്ര ഹോട്ടലിൻ്റെ ലോബിയിൽ ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റിലിരുന്ന് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഐസ് ഇട്ട വിസ്കി നുണഞ്ഞ് സംസാരിക്കുന്നു.
ഈ 3 കാര്യങ്ങളും ഇന്ന് പ്രെട്ടി നോർമലാണ്. ഇവിടെ 3ലും ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്ക് കൂട്ടിന് ആണുണ്ട് എന്നതാണ്. ഇനി അതല്ലാതെ ഒന്ന് സങ്കല്പിക്കും. കള്ള് ഷാപ്പിലേക്ക് പോകുന്നത് സ്ത്രീകളുടെ സംഘം മാത്രം. ബാർ റെസ്റ്റോറൻറ്റിൽ പെൺകുട്ടി ബിയർ കഴിക്കുന്നത് ഒറ്റയ്ക്കിരുന്ന. പഞ്ചനക്ഷത്ര ഹോട്ടലിലും അങ്ങനെ തന്നെ. പെൺകുട്ടി ഒറ്റയ്ക്കാണ്. ഇവിടെ 1ാമത്തെയും 3ാമത്തെയും ഓപ്ഷനുകൾ ഏതാണ്ട് സേഫാണ്. കള്ള് ഷാപ്പിൽ ചില മാന്തുന്ന നോട്ടങ്ങളും അവിഞ്ഞ തമാശകളും ഉണ്ടാകുമെന്നതൊഴിച്ചാൽ പെൺകുട്ടികൾക്ക് കാര്യമായ വെല്ലുവിളികളില്ല. 5 സ്റ്റാർ ഹോട്ടലിൽ പ്രശ്നങ്ങളേ ഇല്ല. 2ാമത്തെ സംവിധാനം അത്ര സേഫ് അല്ല. ഒരു ബാർ റെസ്റ്റോറൻറ്റിൽ ഒറ്റയ്ക്കിരുന്നൊരു പെൺകുട്ടി ബിയർ കഴിക്കുന്നത് റിസ്ക് തന്നെയാണ്. ഇതാണ് അവസ്ഥ. കേരളം അടുത്തൊരു 20 വർഷത്തേക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. നല്ല വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലായ ഗ്രൂപ്പിനിടയിൽ സ്ത്രീകളുടെ മദ്യപാനത്തിന് ഏറെക്കുറെ സ്വീകാര്യതയുണ്ട്, പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന പോലുണ്ട്. അത് കഴിഞ്ഞ് താഴേക്ക് വരുന്തോറും ആ സ്വാതന്ത്ര്യം കുറഞ്ഞു വന്ന് നിലമുട്ടും. ഇതിനർത്ഥം പെണ്ണുങ്ങൾക്കിടയിലെ കള്ളുകൂടി പ്രോത്സാഹിപ്പിച്ചുകൂടെ എന്നല്ല. ഒറ്റയ്ക്കായാലും കൂട്ടമായാലും സമൂഹം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മദ്യപാനം നിങ്ങളെ നശിപ്പിക്കും. അത് വേണ്ടെന്ന് വെക്കുന്നതാണ് ഏറ്റവും മികച്ച സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ആണായാലും പെണ്ണായാലും.